ജ്യോതി മുബാറക്കു ഷാർത്തെ ഇന്റർവ്യൂ കുറിച്ച് കുറച്ചില്ല കുറച്ച് കുറച്ച് മലയാളം പഠിക്കുന്നത് എവിടുന്നാ ശരിക്ക്? മലപ്പുറം മലപ്പുറത്ത്. മലപ്പുറം ആൾക്കാർ പെണ്ണാണ് പോയിട്ട് പെണ്ണിനെ കണ്ടിട്ടില്ല. ഇതാ മാത്രം കണ്ടു, മൂക്ക് മാത്രം. അവിടെ അതിനും ജാസ്തി നാണോ? കേരളത്തിൽ തന്നെ സ്റ്റേ ചെയ്യാനാണ് ഇഷ്ടം. ഓ ഇവിടെ തന്നെ നിക്കാ. പുതിയ സിനിമക്ക് ഇറങ്ങാൻ പോവാ. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്റെ കൂടെ ഇന്ന് ജോ ഉണ്ട്. സാധാരണ ഞാനാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് തുടങ്ങാറ്. പക്ഷെ മുബാറക്കിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കേരളത്തിലുള്ള അത്രയും ആൾക്കാർക്ക് ഇഷ്ടം. അതുകൊണ്ട് പുള്ളി വെച്ചെന്നെ തുടങ്ങാന്ന് തീരുമാനിച്ചു. അപ്പൊ തുടങ്ങിയല്ലേ? ഓ, കേരളത്തിലേക്ക് വന്നത് അതുമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. കേരളത്തിലേക്ക് വന്നത് എങ്ങനെയാ? കേരളത്തെ ഫസ്റ്റ് വന്ന് അങ്ങനെ അറിയാം. ഫസ്റ്റ് ഞാൻ ചെറുപ്പ ടൈമില് ബോംബെയിലുണ്ടായിരുന്നു. ബോംബെ 15 വയസ്സ് ആ സമയത്ത്. പിന്നെ അത് ഭയങ്കര ഒരു ബോംബെയിൽ പോയി കാരണം പറയണം ഫസ്റ്റ്, അല്ലെങ്കിൽ നടക്കൂല. നമ്മളുടെ ഫാമിലിയിലെ 4 പെങ്ങളുണ്ടായിരുന്നു. ഇന്റെ 4 പെങ്ങന്മാർ. ഇപ്പോ നമ്മളുടെ ഫാമിലിയിൽ ഒരു ബുദ്ധിമുട്ടാ, പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ ചെറുപ്പ ടൈമില് സ്കൂൾ ഒഴിവാക്കിയിട്ട് അവിടെ പോയി ബോംബെയില്. പിന്നെ ബോംബെയിലെ പണിയെടുത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ചെറുപ്പ ടൈമല്ലേ ഫസ്റ്റ് പണി എങ്ങനെ എടുക്കുക, ഒരു ഭയങ്കര ഒരു ടെൻഷനില് പണിയെടുത്ത് പിന്നെ ബുദ്ധിമുട്ടാക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര. അത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല നിങ്ങൾ. ഈ നമ്മൾ പൂയി പണി എടുക്കണം. പിന്നെ ഈ തോലൊക്കെ കയ്യിൽ തോലൊക്കെ പോയി. ഏത് പ്രായം തൊട്ടിട്ടാ? ആ സമയത്ത് 15-ാം വയസ്സിലും ബോംബെയില് പോയി. അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് എത്തി? അവിടുന്ന് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പണിയല്ലേ. ഇപ്പൊ അവിടുന്ന് പനി ഒഴിവാക്കിയില്ല, കാരണം അവിടെ തന്നെ വേറെ കഴിയൂല. എത്ര ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ രാത്രിയിൽ 1 മണിക്കോ അത് ബാഗ് ഒക്കെ എടുത്തിട്ടൊക്കെ ഇതിന്റെ സാധനം ഒക്കെ എടുത്തിട്ട് എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല ഇനി. പിന്നെ വേറെ ആൾക്കാരുടെ കൂടെ 80 രൂപ. 80 രൂപ. പിന്നെ ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്തുണ്ടെങ്കിൽ ഇവിടെ തന്നെ പോകും. കാരണം അവിടുത്തെ പണിയെടുത്താലും ഞാൻ മരിച്ചു പോകും. എത്ര കഷ്ടപ്പാട് പണി. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് ബോംബെക്ക് വന്നത്? അതെ. അവിടുന്ന് പണി കഷ്ടപ്പാടായിട്ട് അവിടെ പോയി നമ്മളുടെ നാട്ടിന്റെ അതേ ഫാമിലി ഇല്ല, ഒരു സുഹൃത്ത് ആൾക്കാരിന്റെ കൂടെ. ഇപ്പോ നമ്മളുടെ അപ്പ അമ്മ അതേ ആൾക്കാരിന്റെ കൂടെ പോയിക്കോ, പ്രശ്നമില്ല. നമ്മളുടെ നാട്ടിന്റെ ആൾക്കാരില്ലേ, പോയിക്കോ അങ്ങനെ പറഞ്ഞിട്ട് വേടി. പിന്നെ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടായി. പിന്നെ പണിയെടുക്കാൻ കഴിഞ്ഞില്ല. പണി എടുക്കുമ്പം എന്താ പറയാ, ഉറക്കം വരുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ട പണി, അത്രയും ബുദ്ധിമുട്ടുള്ള പണി. അതെ, എത്ര ബുദ്ധിമുട്ടാ. എന്റെ വയസ്സ് 15 വയസ്സ്. ആ സമയത്ത് എന്റെ തലയില് 70 കിലോ. 70 കിലോന്റെ അത് സാധനം ലോഡാക്കിട്ട് കൊണ്ടുപോയി. ഇപ്പൊ വിചാരിച്ച അങ്ങനെ. എന്നിട്ട് കേരളത്തിലേക്ക് എങ്ങനെയാ എത്തിയത്? പിന്നെ കേരളത്തെ അത് ആ പണി എടുക്കാൻ കഴിയൂല അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ വിചാരിച്ചു. ഇപ്പൊ 70 കിലോ മുകളില് തലല വെച്ചിട്ട് പണി എടുക്കാൻ കഴിയൂല. ആർക്കും കഴിയൂല. ഏജ് കമ്മിയില്ല, ഇപ്പൊ കഴിയും, പ്രശ്നമില്ല. 15 വയസ്സിൽ 70 കിലോ. അതെ. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ നേരെ മലപ്പുറത്തേക്ക് തന്നെയാണോ? അല്ല, അങ്ങനെയല്ല. ഫസ്റ്റ് വേറെ ആൾക്കാരിന്റെ കൂടെ പൈസ ചോദിച്ചു. എന്റെ ഫോണില് റീചാർജ് അടിക്കണം, പൈസ വേണം. പിന്നെ നമ്മളുടെ ഫാമിലിന്റെ ആൾക്കാര് 80 രൂപ കൊടുത്ത്. ആ ടൈമില് പൈസ കമ്മി, റീചാർജ് അടിക്കണം. 80 രൂപ കൊടുത്ത്. പിന്നെ രാത്രി 1 മണിക്കോ ഞാനൊക്കെ ബാഗ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഥാന അങ്ങനത്തെ പോലെ ഒരു ബോംബെയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഥാനയിൽ എത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തില്ല. 10 രൂപന്റെ റെയിൽവേ സ്റ്റേഷനിൽ 10 രൂപ എടുത്തിട്ട് അവിടെ ട്രെയിനിലേക്ക് കയറി. പിന്നെ അത് ഒരു ദിവസം 10 രൂപ ഇങ്ങനെ കഴിച്ചിട്ട് തൃശ്ശൂരിലെത്തി. ഫസ്റ്റ് തൃശ്ശൂരിലെത്തിട്ട് നമ്മളുടെ അവിടെ തന്നെ നാട്ടിന്റെ ആൾക്കാരുണ്ടായിന്. ഫസ്റ്റ് തുടക്കത്തില് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അവിടെ ആരെങ്കിലും ഒന്നും അറിയില്ല, എങ്ങനെ പോവാ.
പിന്നെ പണിയെടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാക്കിയിട്ട് കഷ്ടപ്പാടാക്കിയിട്ട് പിന്നെ അവിടെ തന്നെ നിക്ക കഴിഞ്ഞില്ല. കാരണം അവിടെ പണി കിട്ടിയില്ല. പുതിയ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ പച്ച പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അതെ അതെ അതെ. നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര. അത് എങ്ങനെ മനസ്സിലാവും, വേറെ ആൾക്കാർ മനസ്സിലാവില്ല. ഫസ്റ്റ് തുടക്കത്തിൽ ആരും അറിയില്ല. ഇപ്പൊ പണി കിട്ടൂല, ഒന്നും കിട്ടൂല, ഒരു സുഹൃത്തില്ല. നമ്മളത് ബംഗാളി ആൾക്കാരില്ലേ, ബംഗാളി ആൾക്കാര് നമുക്ക് അറിയില്ലല്ലോ, ഇപ്പൊ വിളിക്കൂല. അപ്പൊ അറിയുണ്ടെങ്കിൽ ബംഗാളി ആൾക്കാരുടെ കൂടെ സുഹൃത്തുണ്ടെങ്കിൽ പണിയുണ്ട് പോവാ. കിട്ടി. പിന്നെ അങ്ങനത്തെ പോലെ ഇല്ല, ആരും സുഹൃത്തില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാക്കിയിട്ട് അവിടെ തന്നെ 2-3 വർഷം തൃശ്ശൂരിൽ നിന്ന്. 3 വർഷം പറഞ്ഞാല് 3 വർഷം നിന്നില്ല. 6 മാസം പണിയെടുത്ത് നാട്ടിൽ പോയി. പിന്നെ വെന്നി അങ്ങനത്തെ പോലെ 3 വർഷം. പിന്നെ അത് അവിടെ തന്നെ ആൾക്കാരെ ആയി, കൊറിയ കോൺട്രാക്ടർ കിട്ടി. വർക്കിന്റെ പണി കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക്. അതെ. ഇപ്പോ അവിടെ തന്നെ ഇപ്പോ മലപ്പുറമില് വരുന്നേ ഒരു ദിവസം നമ്മളുടെ സുഹൃത്ത് ആൾക്കാർ ഉണ്ടായിന് ഇവിടെ തന്നെ എടവണ്ണപ്പാറയില് ഉണ്ടായിന്. പിന്നെ ഞാൻ ചോദിച്ചു നമുക്ക് പണി കിട്ടുമോ അവിടെ തന്നെ എടവണ്ണപ്പാറയില് മലപ്പുറമില്? ആൾക്കാർ പറഞ്ഞു ആയിക്കോട്ടെ കിട്ടും. പിന്നെ അവിടെ തന്നെ വരുന്നേ. പിന്നെ വന്നിട്ട് കേരളത്തെ ഇതിന്റെ മുമ്പ് തൃശ്ശൂർ പോയിനി. അതിന്റെ മുമ്പ് തൃശ്ശൂർ 3 വർഷം നിന്നില്ലേ. ആ 3 വർഷത്തിന്റെ ഉള്ളില് തൃശ്ശൂരിലെ പണിയെടുത്തി. പിന്നെ വേറെ വേറെ സ്ഥലത്ത് പണിയെടുത്തി. ആ 3 വർഷത്തിന്റെ ഉള്ളില് തൃശ്ശൂരിലെ ഉണ്ടായിനി. ആ 3 വർഷത്തിന്റെ ഉള്ളില് പണിയെടുത്തി. കേരളത്തെ എല്ലാ ഏകദേശം സ്ഥലത്ത് പണിയെടുത്തി. പിന്നെ മലപ്പുറം അറിയില്ല ആ സമയത്ത്. അപ്പോൾ മലപ്പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ നാട്ടിൽ പോയി. പിന്നെ ഒരാൾക്കൊക്കെ ചോദിച്ചു മലപ്പുറമിൽ പണിയുണ്ടോ? പിന്നെ ഉണ്ട്. പിന്നെ മലപ്പുറമിൽ എത്തിയിട്ട് കോൺക്രീറ്റ് പണി ഫസ്റ്റ് തുടക്കത്തില് കോൺക്രീറ്റ് പണി. പിന്നെ ഇപ്പൊ എന്താ ചെയ്യണേ? ഇപ്പൊ സെൻട്രിങ് പണി. സെൻട്രിങ് സെൻട്രിങ്. നിങ്ങളെവിടെ? ഞാൻ വിളയില്. വിളയല്ലേ? തട്ടിയാടി സൈഡില പറഞ്ഞാലും മനസ്സിലാവും. സെൻട്രിങ് മനസ്സിലാവില്ല അല്ലേ? എറണാകുളം തന്നെ പോയിന് സിനിമന്റെ ഷൂട്ടിങ്ങില്. പിന്നെ അത് പറയണ്ടേ സെൻട്രിങ് പണി. സെൻട്രിങ് അങ്ങനെ പറയണ്ടേ. പിന്നെ അവിടെ തന്നെ പഠിച്ചു തട്ടിയടി. അതുകൊണ്ട് എല്ലാ ഇന്ത്യ ഭാഷയില് തൃശ്ശൂർ ഭാഷ ഉണ്ട്, മലപ്പുറം എല്ലാ ഭാഷ മിക്സ് ആയിട്ട്. ഈ ഭാഷ മലയാളം പഠിക്കണത് എവിടുന്നാ ശരിക്ക്? മലപ്പുറത്തുള്ള ആൾക്കാർ. മലപ്പുറം ആൾക്കാർ ജാസ്തി സൂപ്പർ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. അപ്പോ പണിയെടുത്തിട്ട് ഈ ഭാഷ പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് പറയാൻ മറന്നുപോയി നിങ്ങൾക്ക്. മലയാളം പഠിക്കാൻ വേണ്ടിട്ട്. പഠിക്കാൻ വേണ്ടിട്ട്. കാരണം നമ്മളുടെ മലയാള ആൾക്കാർക്ക് എത്ര ഇഷ്ടമായ വർക്കോ അതുകൊണ്ട് മലയാളം ആൾക്കാരുടെ കൂടെ സംസാരിക്കാൻ, നിക്ക, അവിടെ തന്നെ താമസിക്ക, വീടുണ്ടാകാൻ. ഇവിടെ തന്നെ എന്റെ നിക്കാൻ താല്പര്യമുണ്ട്. ഇവിടെ തന്നെ വീടുണ്ടാക്കും. അതെ. അതുകൊണ്ട് മലയാളം ഭാഷ പഠിക്കാൻ വേണ്ടിട്ട് റീൽസ് തുടങ്ങി. പക്ഷെ റീൽസ് തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര വൈറലാവും. മലയാള ഭാഷ പഠിപ്പിച്ചെന്നാരാ? ഫസ്റ്റ് പറഞ്ഞാൽ തിരുച്ചൂരിലുണ്ടേനി. ആ സമയത്ത് 1-2 ജാസ്തി പൊയ്ക്കോ അങ്ങനത്തെ പോലെ 2-3 ഭാഷ പഠിച്ചിനി. ചോർ അങ്ങനത്തെ പോലെ. പിന്നെ മലപ്പുറമില് വന്ന് പിന്നെ ആ തൃശ്ശൂരിനെ പണിയെടുത്തിട്ട് 3 വർഷം പണിയെടുത്തിട്ട് പിന്നെ എവിടെ വന്നിട്ട് ഒരു ഭാഷ മനസ്സിലല്ലേ ഈ മലപ്പുറം മലയാളത്തിൽ തന്നെ ഒരു മനസ്സിലല്ലേ. ഞാൻ വിചാരിച്ചു ഏത് സ്ഥലത്തിനാ വരുന്നേ ഒരു ഭാഷ മനസ്സിലല്ലേ. അപ്പൊ കേരളത്തിന്റെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നാ അവിടെ ഉള്ളവർക്ക് തന്നെ മലയാളികൾക്ക് തന്നെ മനസ്സിലാവില്ല. സത്യ. പിന്നെ അത് മെല്ലെ 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 പഠിച്ചു പറഞ്ഞാല് തുടക്കത്തില് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മൊത്തം അറിയില്ല കേട്ടോ. പക്ഷെ മനസ്സിലാവണ്ടല്ലോ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടല്ലോ. ഈ ഭാഷ കാരണല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫേമസ് ആവുന്നേ. മലയാളികൾക്ക് ഇഷ്ടമാണ്. താങ്ക് യു. മലയാളം ആൾക്കാർക്ക് ജാസ്തി താങ്ക് യു. ഭയങ്കര സന്തോഷം. കാരണം ഈ മലയാളി ആൾക്കാരുടെ സ്നേഹം കിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ലേ. എത്ര സ്നേഹം കിട്ടും, ഭയങ്കര സ്നേഹം.
എന്തെന്ന് അറിയില്ല, എന്റെ ഭാഗ്യം നല്ലതായിരിക്കും, ഭയങ്കര ലാക്കിയുള്ള ആൾക്കാർ. അതെ തലവര നന്നായിണ്ടാവും. അറിയില്ല, ദൈവമേ എന്ത് ചെയ്യണ്ടേ, നല്ലതാ. വൈഫും കുട്ടികളൊക്കെ മലയാളം പറയോ? കുട്ടികൾ ഇന്ത്യക്കാട്ടി നന്നായിട്ട് പറയും. ഇവിടെ തന്നെയാണോ പഠിക്കണേ? ഇവിടെ തന്നെ 4 ക്ലാസ്സില്. ഇവിടെ തന്നെ ശിക്ഷ സൂപ്പർ അടിപൊളി, ജാസ്തി നല്ലതാ. സിസ്റ്റം ഇവിടെ തന്നെ പഠിക്ക, ശിക്ഷ, ടീച്ചർമാർ, മാസ്റ്റർമാർ അടിപൊളി. വിട്ടുപാറ. ഇവിടെ ഏത് സ്കൂളിലാണ് പഠിക്കണേ? 4 ക്ലാസ്സില്. 4 ക്ലാസ്സില്. ഇപ്പൊ ഇവിടെ ഭാര്യയും മക്കളും. അവരുടെ പേരെന്താ? എന്റെ ഭാര്യന്റെ പേര് നജ്മ. പക്ഷെ ഞാൻ നജ്മൂൻ പറഞ്ഞിട്ട് വിളിക്കാം. സ്നേഹം കൂടുമോ? നജ്മൂന്ന് വിളിക്കുമോ? അതെ. പിന്നെ ഇപ്പൊ ഇല്ലല്ലോ എന്റെ കൂടെ, ഇപ്പൊ സ്നേഹം കൂടി. കൂടെ ഇല്ലാത്തതുകൊണ്ട് അതെ കൂടി. കൂടെ ഉണ്ട് ആ സമയത്ത് സ്നേഹം ഇത്ര ഇല്ല, ഉണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. അതെ മിസ് ആക്കിണ്ട്, ഭയങ്കര മിസ്. കാരണം എന്താരോ എല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കും. തീർച്ചയായിട്ടും അതെ കൂടുതൽ സ്നേഹം തോന്നും. ഫുൾ ടൈം പറയണ്ടെങ്കിൽ അത്ര സ്നേഹം ആവൂലായിരിക്കും. പക്ഷെ ബറിയ ഇല്ലെങ്കിൽ സ്നേഹം വരും. പിന്നെ ബറിയന്റെ ഭർത്തന ഓർമ്മ വരും, ഒക്കെ ഓർമ്മ വരും. അതെ ഭർത്തന ആൾക്കാരിന്റെ വ്യവഹാരം ഓർമ്മ വരും. കുട്ടികളോ? എല്ലാ രാജാവേക്ക് കിട്ടിയില്ല, നോക്കട്ടെ പോവാ. ഞാൻ കാണാനായിട്ട് പിന്നെ ഒരു ദിവസം വരാം. കുട്ടികളെ കൊണ്ടുവന്നതിന് ശേഷം പറയാൻ കേട്ടോ. രാജാവേ ഇപ്പോ ഫോൺ വിളിച്ചാലേ എന്റെ വാർത്തനെ കേട്ടിട്ട് ഭയങ്കര സന്തോഷം. അപ്പ പറയില്ല, ബാബാ അങ്ങനെ പറയും. പിന്നെ എന്റെ ജോരിയ പറയും മലയാളം ഭാഷ പഠിച്ച്. പക്ഷെ ബാബ അത് കുട്ടികൾ മീൻസ് എങ്ങനെയാ അച്ഛനെ അമ്മനെ പറയാ? അമ്മക്കോ അബ്ബക്കോ അപ്പക്കോ അബ്ബ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെ പറയണ്ടേ. ഇവിടെ ഉമ്മ ഉപ്പ. അമ്മ അപ്പ അല്ലേ? മുസ്ലിംസ് ഉമ്മ ഉപ്പ, ഹിന്ദുക്കളും ഇതൊക്കെ അമ്മ അച്ഛൻ. അങ്ങനെ അമ്മ അച്ഛൻ അങ്ങനെ പറയും. അങ്ങനല്ലേ? ചെറിയ മാറ്റമുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടാണല്ലോ, ഇവിടെ വന്നതിന് ശേഷമല്ലേ കല്യാണമൊക്കെ കഴിക്കണത്? അല്ലേ, ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ തന്നെ ബൊമ്പലുണ്ടായിന് ആ സമയത്ത് കല്യാണം കഴിച്ചില്ല. ഇങ്ങോട്ട് വരുമ്പോ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. 19 കല്യാണം കഴിച്ചു. 2019 അല്ലേ? 19 വയസ്സില്. ഇതിന്റെ ഒരു കഥ ഉണ്ട്, പറട്ടെ. കാരണം നമ്മൾ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാർ, നമ്മളുടെ നാട്ടിലെ എല്ലാ ചെക്കന്മാരൊക്കെ കല്യാണം കഴിക്കൂല, ഗേൾഫ്രണ്ട് എടുത്തിട്ട് പോവും. ഗേൾഫ്രണ്ടിനെ എടുത്തിട്ട് പോവും വേറെ സ്ഥലത്ത് കല്യാണം കഴിക്കും, അങ്ങനെ. അതുകൊണ്ടാ എന്റെ അപ്പ ഭയങ്കര ഒരു പേടി. നമ്മൾ ഒരു വേറെ ക്വാളിറ്റി ഫാമിലി ആൾക്കാർ, നമ്മൾ ഇപ്പൊ എല്ലാ ആൾക്കാരും നാട്ടില് നമ്മളുടെ ഫാമിലിക്ക് അറിയാം ഈ ആൾക്കാർ, ഈ ഫാമിലി അങ്ങനത്തെ പോലെ നല്ല ഫാമിലി. ഇപ്പൊ ഈ നല്ല ഫാമിലിയില് ഇപ്പൊ ഒരു പെൺകുട്ടി എടുത്തിട്ട് പോയില്ലേ, ഒരു മോശമാണ്. അതുകൊണ്ട് അപ്പ 4 പെങ്ങന്മാരും. അതെ. പിന്നെ എന്റെ അപ്പ ദുബായ് പോവാൻ മുമ്പേ പറഞ്ഞു, മുബറക്ക് എന്റെ കല്യാണം റെഡി ആക്കാം. ഇപ്പൊ എന്താ അറിയില്ല, ഞാൻ ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച് മാരേജ്. ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഈ വർത്തന എന്നെ ഫസ്റ്റ് ടൈം പറയണ്ടേ ഇതാ. എന്റെ ഭാര്യയൊക്കെ സെറ്റം പറഞ്ഞാലേ അല്ല എന്താ പറയില്ല, ഭാര്യയൊക്കെ പറഞ്ഞിട്ടില്ലേ ഈ വർത്തന. ഫസ്റ്റ് തുടക്കത്തിലെ ഭാര്യയൊക്കെ ഇഷ്ടായില്ല. ഇത് കാണു വരികയാണല്ലേ? പറഞ്ഞിട്ടില്ലേ? ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടായില്ല. പിന്നെ അത് അമ്മക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് ഇഷ്ടായില്ല, കല്യാണം കഴിക്കൂല. പിന്നെ എന്റെ ഇപ്പ പറയണ്ട,
കല്യാണം കഴിക്കൂല നിങ്ങൾ മറ്റേ പെൺകുട്ടിന്റെ കൂടെ സ്നേഹമാക്കിയിട്ട് നിങ്ങൾ ചാടിക്കൊണ്ടുപോയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കൂല. അപ്പ അമ്മന്റെ നിങ്ങൾക്ക് ഇഷ്ടാവൂല അല്ലെ, അങ്ങനെ പറയണ്ടേ. പിന്നെ പറയാം മുബാറക്കിന്റെ ടെൻഷനായി. അപ്പ അമ്മക്ക് എത്ര സ്നേഹമാക്കിയിട്ട് പിന്നെ അമ്മ അങ്ങനെ പറയണ്ടേ. കാരണം ഞാൻ പുറത്ത് പണിയെടുത്തിട്ട് എല്ലാ പൈസ ഫാമിലിയെ കൊടുക്കും. നാളെ പെങ്ങളുണ്ട്, കല്യാണം കഴിക്കണ്ട. ഇപ്പൊ ഓൾറെഡി. അതുകൊണ്ട് ഫുൾ പൈസ എന്റെ കയ്യിൽ ഒരു പൈസ ഞാൻ വെക്കൂല. ഫുൾ അപ്പക്ക് കൊടുക്കും. കാരണം മൊത്തം കൊടുത്തി അങ്ങനെ പറഞ്ഞു, നല്ല മോൻ അങ്ങനെ പറഞ്ഞു. അത് വിചാരിച്ചിട്ട് മൊത്തം പൈസ കൊടുക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞ ഞാൻ ഇത്ര സ്നേഹമാക്കിയിട്ട് നമുക്ക് അങ്ങനെ പറയണ്ടേ. ഞാൻ ആയിക്കോട്ടെ, ഞാൻ കല്യാണം കഴിക്കും. ഫസ്റ്റ് ഒന്നുകൂടി ഫോട്ടോയിൽ നോക്കി ഇത്ര ഇഷ്ടമായില്ല, നേരിട്ട് പോയിട്ട് കണ്ടിട്ട് നോക്കാം, ഫൈനലാക്കാം. പിന്നെ പോയി മാടി പോയിട്ട് അവിടെ പോയി ഫാമിലി നമ്മളത് പെണ്ണ കാണാൻ പോയി. പിന്നെ ഭാര്യയൊക്കെ കണ്ടിട്ടില്ല, കാണാൻ പോയി. പക്ഷെ മടി ആയിട്ട് നാണം ജാസ്തി നാണമായി. പിന്നെ അതെ നമുക്ക് എന്തുണ്ടെങ്കിലും കാണണ്ട. പിന്നെ എന്റെ അടുത്ത് അമ്മ ഉണ്ട്, അച്ഛനില്ല, കുറേ ആൾക്കാരുണ്ട്. പിന്നെ എങ്ങനെ കാണാം. പിന്നെ കണ്ടിട്ടില്ല, കണ്ടിട്ട് എങ്ങനെ അറിയോ ഞാൻ പറട്ടെ. ഇതാ മൂക്കില്ലേ, ഇതാ മാത്രം കണ്ടു, മൂക്ക് മാത്രം. കാരണം എന്റെ ഭാര്യ അങ്ങനത്തെ പോലെ നിക്കണ്ട്, ഇങ്ങനത്തെ പോലെ. അതിനും ജാസ്തി നാണോ അവന്റെ അല്ല, പെൺകുട്ടിക്ക് എന്താ പറയാ, അവളുടെ ഭയങ്കര നാണം ഇന്റെ കാട്ടി. പിന്നെ അവൻ കണ്ടില്ല, അവൻ നമുക്ക് കണ്ടിട്ടില്ല, എന്റെ ഭാര്യ നമുക്ക് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ നാട്ടില് വന്നിട്ട് ഇഷ്ടായി. കല്യാണത്തിനാണോ കാണുന്നത്? മൊത്തം കാണുന്നത് എപ്പോഴാ? മൊത്തം അത് കല്യാണം കഴിച്ചിട്ട് ശേഷം മൊത്തം കണ്ടപ്പോ ഇഷ്ടായോ പറഞ്ഞാല് ഇഷ്ടായി. പിന്നെ ഭാര്യന്റെ എന്തായാലും ജാസ്തി ഗ്ലാമർ നോക്കിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഇഷ്ടായില്ല. പിന്നെ കണ്ടിട്ട് ഫസ്റ്റ് കാണാൻ പോയി, പിന്നെ ഇഷ്ടമായി കുറച്ച്. പിന്നെ കല്യാണം കഴിച്ച് വീട്ടില് വന്ന് ആൾക്കാരുടെ ഹൃദയം പിന്നെ വ്യവഹാരം ഒരു അടിപൊളി. ഭാര്യ ഭയങ്കര നല്ലതാ, ജാസ്തി നല്ലതാ. എന്റെ ഇഷ്ടം പോലെ ഞാൻ ഭാര്യ നമുക്ക് കിട്ടി. ഇൻഫ്ലുവൻസർ ഒക്കെ ആയി വീഡിയോ ഒക്കെ ഇടുന്നതിന് ഭയങ്കര സപ്പോർട്ടറാ. ഓ നല്ല സപ്പോർട്ട്. ഇപ്പൊ വേറെ പെൺകുട്ടികൾ അങ്ങനത്തെ പോലെ സപ്പോർട്ട് ഇല്ല. ഭർത്താവ് അങ്ങനെ വീഡിയോസ് ആയാലും പ്രോബ്ലം. പക്ഷെ എന്റെ ഭാര്യ ഒന്നും നല്ല വിശ്വാസം ഉണ്ട്, മുബാറക് എവിടെയെങ്കിലും പ്രോബ്ലം ആക്കൂല, അറിയാം. ഇപ്പൊ നല്ല ഭാര്യ, അടിപൊളി. എന്റെ ഇഷ്ടമുള്ള ഭാര്യ കിട്ടി. ഭയങ്കര എന്റെ ഭാഗ്യം, ഞാൻ ഭാഗ്യമുള്ള ആൾക്കാരെ, അതുകൊണ്ടാ ഇത്ര നല്ല ഭാര്യ കിട്ടി. ഗിലാമാർ കണ്ടിട്ട് ഒരു കാര്യമില്ല, കാരണം ഹൃദയമല്ലേ, അതെ മെയിൻ. ഞാന് മുബാറക്കിന്റെ വീഡിയോസിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഭയങ്കര മോട്ടിവേഷനാ. ചില നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവും ഒരു വീഡിയോ, നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല, ഇവിടെ ആ മോട്ടിവേഷനൊക്കെ അതൊക്കെ എവിടുന്നാ പഠിച്ചത്? കാരണം ഞാൻ എന്താ കൊറേ അനുഭവിച്ചതുകൊണ്ട്. അതെ, വേറെ ഒക്കെ നേരിട്ട് കണ്ടിട്ട് അനുഭവിച്ച് എല്ലാ സ്ഥലത്തും പോയി ഞാൻ. കേരളത്തിൽ മാത്രമില്ല, ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്ഥലത്തും, ബീഹാർ, ഒഡീഷ, എല്ലാ സ്ഥലത്ത് എത്ര സ്ഥലമുണ്ട് അതിൽ പോയി. പിന്നെ ആ സ്ഥലത്തെ ആൾക്കാരെ എങ്ങനെ, കേരള ആൾക്കാരെ എങ്ങനെ, അവിടെ എന്തായി മുബാറക്കിന്റെ കൂടെ എല്ലാ ഒക്കെ നേരിട്ട് കണ്ടിട്ട് എക്സ്പീരിയൻസ് ആയി. ഞാൻ പഠിക്കാൻ ആളില്ല, പക്ഷെ ഈ പഠിക്കാൻ എത്ര നിർബന്ധ നമുക്കറിയാം. പഠിത്തം എത്ര നിർബന്ധം. നമ്മളുടെ ജീവിതം ഉണ്ടെങ്കിൽ നമ്മളുടെ പഠിക്കണം. എത്ര നമുക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഈ ലോകത്തെ
ഏറ്റവും കൂടുതലാ വിലയുള്ള അത് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യണത് പഠിക്കണം മെൻ ഞാൻ പഠിച്ചില്ലേ നമുക്ക് അറിയാം കാരണം ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് മനസ്സിലായി പഠിക്കണ എത്ര നിർബന്ധം ഇപ്പൊ പഠിക്കുന്ന ആൾക്കാര് ആർക്കും മനസ്സിലാവൂല എത്ര കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭാര്യ ഇല്ലെങ്കിൽ ഭാര്യന്റെ ആവശ്യം മനസ്സിലാവും അതുപോലെ നമ്മള് മലയാളത്തിൽ ചൊല്ലുണ്ട് കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അതുപോലെ അതാണ് ലൈക്ക് അതുകൊണ്ട് കുട്ടികൾക്ക് ഞാൻ പറയണ്ടേ കുട്ടികൾക്കല്ല എല്ലാ ആൾക്കാർക്കും അടിപൊളിയായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കണം എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഠിക്കണം ഇവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്റെ 4 പെങ്ങളുണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്റെ ഫാമിലി എന്താ പറയാ ഇതിന്റെ മുമ്പ് ഇന്റർവ്യൂല് പറയാ ശരിയാവൂല പാവപ്പെട്ട ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ സ്റ്റേ ചെയ്യാനാണ് ഇഷ്ടം ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇനി അങ്ങോട്ട് ഇനിയുള്ള കാലം വരെ ഇവിടെ തന്നെ ഞാൻ മരിച്ചു പോകും ഇവിടെ തന്നെ മരിച്ചു പോകും ഒരു ആഗ്രഹമുണ്ട് ഇവിടെ കാരണം ഈ കേരള ആൾക്കാരിന്റെ ഭയങ്കര ഒരു സ്നേഹമില്ല ഭയങ്കര സ്നേഹം ഇപ്പൊ മുന്നിൽ എന്താ അറിയില്ല പക്ഷെ ഞാൻ ഇതുപോലെ ഞാൻ ഭാര്യക്ക് എങ്ങനെയാ ഭാര്യയൊക്കെ ഞാൻ എവിടെ ഉണ്ട് ആൾക്കാർക്ക് കുട്ടികൾക്കും കുട്ടികൾക്കും നല്ല കേരള ഇഷ്ടം എന്റെ മോള് ഭയങ്കര ഇഷ്ടം ഇവിടെ തന്നെ നിക്കും ഇപ്പൊ ഫോൺ വിളിച്ച് ജോലി വരണം വരണം ഇപ്പൊ വരാം ഞാൻ എങ്ങനെ ഒട്ടൊക്കെ പോവും നിങ്ങൾ എന്നെ കൊണ്ടുവരും അങ്ങനെ പറഞ്ഞു അതാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ തന്നെ സ്കൂൾ അടിപൊളി സ്കൂളിലെ പിന്നെ ഈ സ്കൂളിലെ എല്ലാം കിട്ടും ഫ്രീ പറഞ്ഞാൽ എല്ലാം ഫ്രീ കിട്ടും ഭക്ഷണം ഡെയിലി ചേഞ്ച് ഉണ്ട് ഒരു ദിവസം ബിരിയാണി ഉണ്ടെങ്കിൽ ഒരു ദിവസം ചോറുണ്ട് അങ്ങനെ ഫ്രൂട്ട് കിട്ടും നല്ല നല്ല സാധനം അവിടെ ബംഗാളിലൊക്കെ ബംഗാള് കിട്ടൂല മറ്റേ നമ്മളുടെ നാട്ടിൽ ഒരേ ഖിച്ചുടി പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ഖിച്ചുടി അറിയോ ഖിച്ചുടി പറഞ്ഞാല് ചോറ് വെള്ളം പിന്നെ പച്ചക്കറി പരിപ്പ് പിന്നെ എല്ലാ കറി പോലെ ഉണ്ടാകും ചോറ് ഇട്ടിട്ട് ഖിച്ചുടി അതാ ഖിച്ചുടി കഴിച്ചിട്ടുണ്ട് അത് മാത്രം സ്കൂളിലിടും ചില സമയത്ത് ഭാത് പറഞ്ഞ് ചോറ് ഭാത് പറഞ്ഞാൽ നമ്മളെ ഭാഷല്ലേ ചോറിന് ബംഗാളി ഭാരത്തില്ല വന്നിട്ടില്ല ബംഗാളി വരൂല അയ്യോ വേറെ കുറച്ച് പറയൂ ട്രൈ ചെയ്യാലോ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അമ്മ হ্যালো ইন্টারভিউ হচ্ছে একটা ইন্টারভিউ আপনার কথাও রেকর্ড হয়ে গেল അതെ അമ്മയുടെ ഫോൺ ഇവിടെ ഫേമസ് ঠিক আছে রাখছি হ্যাঁ മുബാറക്ക് മലയാളത്തിൽ ഇൻട്രോ കൊടുത്തില്ലേ ഞാൻ ബംഗാളിൽ ഇൻട്രോ കൊടുക്കാം അതിങ്ങനെ പറയും আমি ജ്യോതി মুবারকের সাথে ইন্টারভিউ করছি আমি জ্যোতি মুবারকের সাথে ഇന്റർവ്യൂ കുറച്ച് അടുത്ത ഇനിയുള്ള എപ്പിസോഡിൽ ഞാൻ ബംഗാളിലായിരിക്കും ഇൻട്രോ കൊടുക്കാൻ പോകുന്നത് വേറെ സുഖമാണോ ভালো আছো ഭക്ഷണം കഴിച്ചോ ভাত খেয়েছো ভালো আছো ভালো আছে ভাত খেয়েছো ভালো আছে പറഞ്ഞാല് സുഖാണോ ചോറ് കഴിച്ചോ ভাত খেয়েছো ভাত খেয়েছি ഓ ഞാൻ ബംഗാളി പഠിച്ചു তুমি ভাত খেয়েছো നിങ്ങൾ തുമി ഭാത് ഖേച്ചോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അതെ എങ്ങനെ മനസ്സിലായി ഇപ്പൊ പഠിപ്പിച്ചില്ലേ ഞാനൊക്കെ സ്പോട്ട് പഠിക്കും സൂപ്പർ ഇപ്പൊ ഇവർക്ക് ഇൻഫ്ലുവൻസർ മാത്രല്ല
സിനിമാ നടനാണ്, അപ്കമിങ് സിനിമാ നടനാണ്, പുതിയ സിനിമക്ക് ഇറങ്ങാൻ പോവാ. എത്ര സിനിമ? 3 ഒന്നും പറയണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട, ഫുൾ ഷൂട്ടിങ്. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ നോക്കണം നമ്മ, കാരണം ഒരു സുഹൃത്ത് ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയണ്ട. കാരണം ചിലപ്പം സിനിമയില് അഭിനയം ചെയ്തിട്ട് ചിലപ്പം കട്ടായില് മോശമാവും. പിന്നെ നിങ്ങൾ എല്ലാ ആൾക്കാർക്ക് പറയും ആ സിനിമ ചെയ്തി, പക്ഷെ സിനിമയിലെ എഡിറ്റ് ആക്കിട്ട് ഒഴിവാക്കാല് ഭയങ്കര മോശമല്ലേ? അത് പ്രശ്നമാവും. മുബാറക്കിന് സിനിമയിൽ എടുത്ത് മുബാറക്ക് അത് പറഞ്ഞു ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ വെറുതെ വിടില്ല, ഞങ്ങൾക്ക് സങ്കടാവും. അതുകൊണ്ട് ഒന്നും പറയണ്ട, അങ്ങനെ പറഞ്ഞതാ. പക്ഷെ സിനിമയില് ചിലപ്പോ ഉണ്ടോ റോളുണ്ട്, ഉണ്ടാവട്ടെ, ഞങ്ങൾക്ക് വലിയ സ്ക്രീനിൽ കാണാം. താങ്ക് യു. മുബാറക്ക് പാട്ട് പാടൂലേ? പാടും, മലയാളത്തിൽ പാട്ട് പാടും, എനിക്കറിയാം. കണ്ണോടി കണ്ടപ്പോൾ കണ്ടെത്തിനാൻ 1000 താരകൾ പൂത്തു വിന്നു.